ഇപ്പോൾ ബി ജയരാജ് ഇത് പറയുകയും ചെയ്യുന്നുണ്ട്. പാലക്കാടിന്റെ റിപ്ലിക്ക ഇപ്പം താങ്കൾ പറഞ്ഞ തുടർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തോൽപ്പിച്ചു, രാഹുൽ തോറ്റു എന്ന് ഉറപ്പിച്ചവരുണ്ട്. സരിൻ്റെ വാർത്താ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട്. പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുന്നു. പിന്നീട് ഷാനിബ് എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ് പുറത്തേക്ക് വരുന്നു. അവിടെ ഷാഫിയുടെ വൺമാൻ ഷോ മാത്രമാണ് നടക്കുന്നത്, ആരും പ്രചാരണത്തിന് ഇറങ്ങുന്നില്ല എന്ന പ്രചാരണം അവിടെ ഉണ്ടായി. അവിടെ അതിശക്തമായി ബി ജെ പിയോട് ജയിക്കണമെങ്കിൽ കെ മുരളീധരൻ ഇറങ്ങിയാലേ പറ്റൂ എന്ന പ്രചാരണം അവിടെ ഉണ്ടായി. രാഹുലിൻ്റെ പേരില്ലാത്ത DCCയുടെ കത്ത് ഒരു നിർണായക സമയത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. രാഹുലിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് പടയൊരുക്കം എന്ന വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. പാലക്കാട് ജയിക്കണമെങ്കിൽ പാലക്കാടുകാരൻ തന്നെ വേണം എന്ന ഒരു പ്രാദേശിക നറേറ്റീവ് ഉണ്ടായി. പിന്നെ പെട്ടിപിടുത്തമില്ല, തുടർ ചർച്ചകളൊക്കെ നടന്നത് രാഹുലിനെതിരാണ്. ഏതെങ്കിലും ഒരു ചർച്ച, ഏതെങ്കിലും ഒരു നറേറ്റീവ് അവിടെ രാഹുലിൻ്റെ വിജയത്തെ ബാധിച്ചിട്ടില്ല. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കുകയും ചെയ്തു. അതായത് ശ്രീ CR നീലകണ്ഠൻ ഈ പറയുന്ന എല്ലാ എഞ്ചിനീയറിങ്ങിനും അപ്പുറം, എല്ലാ പ്രീണനത്തിനും ധ്രുവീകരണ രാഷ്ട്രീയത്തിനും വാർത്തകൾക്കും അപ്പുറം LDF ആകട്ടെ, UDF ആകട്ടെ, ഇനി BJP ആകട്ടെ, ജനം ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ പറയുന്നതൊക്കെ എന്താണ് ഇപ്പോൾ നമ്മൾ കാണുന്നതും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്ന രാഷ്ട്രീയ ചർച്ചകളൊക്കെ സോപ്പ് കുമ്പള കണക്കെയാണ്. ജനത്തിൻ്റെ ഹൃദയത്തിലൊരു തീരുമാനമുണ്ട്. അത് LDFന് അനുകൂലമാണെങ്കിലും UDFന് അനുകൂലമാണെങ്കിലും BJPക്ക് അനുകൂലമാണെങ്കിലും. CR ഒരു സംശയമില്ല ഹാഷ്മി, ഞാൻ കുറച്ച് മാധ്യമങ്ങളെയും കൂടി അക്കാര്യത്തിൽ പറയും. ഇപ്പോൾ പാലക്കാടായാലും വടകരയായാലും എന്തൊക്കെ രാഷ്ട്രീയ തട്ടിപ്പുകൾ പരിപാടികളാണ് നടന്നത്, നീലപ്പെട്ടി വരെ. പക്ഷേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായി. BJPയുടെ വോട്ട് കുറഞ്ഞു. അത് വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കണമെന്ന് പാലക്കാട്ടെ മഹാഭൂരിപക്ഷം ജനത തീരുമാനിക്കുകയും അവർ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു. നിങ്ങളീ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന, ഇപ്പോൾ ഇവിടെ അൻവർ ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, ഗ്രാമമാവട്ടെ, നഗരമാവട്ടെ, ഇതൊന്നുമല്ല. അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അടക്കമുള്ള അതൊരു പ്രധാന വിഷയമാണ്. ഇന്നത്തെ സംസ്ഥാന രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇന്നത്തെ അഖിലേന്ത്യാ രാഷ്ട്രീയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. നമ്മളത് രണ്ടും വ്യത്യാസമായി കണ്ടിട്ടുള്ളതും അതുകൊണ്ടാണ്. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനതിനെ കാണുന്നത്. എനിക്കൊരു കാര്യം, ശ്രീ ഗോകുൽരാജ് പറഞ്ഞ ഒരു വലിയ തമാശയുണ്ട്. എന്താ വെച്ചാൽ അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ്. നമുക്ക് ഓർമ്മയുണ്ടാവും, കർണാടകമടക്കം പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJPക്ക് വേണ്ടത്ര MLA-മാരില്ലാതെ വന്നാൽ മറുവശിപ്പിച്ച് സ്വന്തം വീണ്ടും തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിച്ച് BJPയിലേക്ക് ചേർത്ത് മന്ത്രിയാക്കുന്ന ഒരു പണി നമ്മൾ കുറേ സ്ഥലത്ത് BJP ചെയ്തു കണ്ടിട്ടുണ്ട്. അന്നൊന്നും BJPക്കാർക്ക് അത് അനാവശ്യ തെരഞ്ഞെടുപ്പല്ല. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരാളെ ചാക്കിട്ട് പിടിച്ച് അയാളെ രാജിവെക്കേണ്ട വന്ന അയാൾ ഇത് പോവും. അപ്പോൾ രാജിവെപ്പിച്ച് എത്ര സ്ഥലങ്ങളിൽ BJP അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ BJPക്ക് ആവുമ്പോൾ മത്സരിച്ച് ജയിച്ച് PV അൻവർ 9 വർഷം LDFൻ്റെ കൂടെ നിന്നിട്ടാണ് LDFനെതിരായി പറയുന്നത്. ഇതല്ല, ഇലക്ഷൻ ജയിച്ച് പിറ്റേ ദിവസം ചാക്കിൽ കയറി മാറുന്ന ആളുകൾ. അവർക്ക് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ അങ്ങനെ നടന്നിട്ടുണ്ട്. അവരെയൊക്കെ BJP മന്ത്രിയാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയ സദാചാരം ഇപ്പോൾ PV അൻവർ LDF ഗവൺമെൻറ്റിനെതിരായി പറഞ്ഞ് രാജിവെച്ച് പോരുമ്പോൾ അതിലെന്തോ ഒരു വലിയ കുഴപ്പമുണ്ട് എന്ന് പറയുകയും മറുവശത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം ചെയ്യുകയും ചെയ്ത ആളുകളാണ്. ഇനി ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് കുറച്ചുകൂടി കൃത്യമായി വന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ്. യഥാർത്ഥത്തിൽ ഇത്തരം വിവാദങ്ങളൊന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ വിഷയമല്ല. ഇപ്പോൾ വടകരയിൽ കാഫിർ വന്നു. എത്ര ദിവസം നമ്മൾ കാഫിർ ചർച്ച ചെയ്തു. പക്ഷേ കാഫിർ ഇപ്പോൾ എവിടെ പോയി? ഇപ്പോൾ കാഫിർ എന്താ ഉണ്ടായി? നീലപ്പെട്ടി എവിടെ പോയി? പച്ചപ്പെട്ടി എവിടെ പോയി? DCCയുടെ കത്ത് എവിടെ പോയി? ഹാഷ്മി ചോദിച്ച ഒരു കാര്യമില്ല. പാലക്കാട്ടുകാരനാവണം എന്നൊന്നുമില്ല. EMS നമ്പൂതിരിപ്പാട് നീലേശ്വരത്താണ് ആദ്യം തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. പിന്നെ അദ്ദേഹം മത്സരിച്ചത് പട്ടാമ്പിയാണ്. അന്ന് പട്ടാമ്പി പാലക്കാട് ജില്ലയിലാണ്, അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ AKG എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ട്? കാസർഗോഡ് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇത്തരം വിവാദങ്ങൾക്കല്ല ജനങ്ങൾ മുൻതൂക്കം. ശരിയാണ്.